ശാശ്വതി കാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണത്തിന് സർക്കാർ നീക്കം. അന്വേഷണം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയെന്ന് രമേശ് ചെന്നിത്തല. അടിയന്തര റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കേസിൽ തന്റെ പേരിൽ നിലവിലുള്ളത് വ്യാജമൊഴിയെന്ന് ബിജു രമേശ്. UDFൽ സീറ്റ് വിഭജന തർക്കം തുടരുന്നു. കൊല്ലത്തിന് പിന്നാലെ കോഴിക്കോട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഫസൽ വധക്കേസിൽ പ്രതികളായ കാരായി രാജനും ചന്ദ്രശേഖരനും നാമനിർദ്ദേശ പത്രിക നൽകി. കൊല്ലപ്പെട്ട ഫസലിന്റെ ഭാര്യ മറിയുവും മത്സരത്തിന്. ദിവസക്കൂലി 380 രൂപയാക്കിയാൽ തോട്ടം തൊഴിലാളി സമരം അവസാനിപ്പിക്കാമെന്ന് പെമ്പിളയൊരുമൈ. സമരം നിയമസഭ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം PS-ന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഗവർണറെ കണ്ടു. വയനാട്ടിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങി. ശാശ്വതി കാനന്ദയുടെ മരണത്തിൽ സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും. ഇത് സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. തുടരന്വേഷണ സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു. ശാശ്വതി കാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണ സാധ്യത സർക്കാർ ആരായുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ശിവഗിരി മഠവും തുടരന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷവും നിലപാടെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC അധ്യക്ഷനും തമ്മിൽ ഇന്ന് നടന്ന ചർച്ചയിലും വിവാദം വിഷയമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു ചർച്ചയിലുണ്ടായ ധാരണ. ഇതിനു പിന്നാലെ തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ആഭ്യന്തരമന്ത്രി ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണനോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടത്. ഇത്തരം പുതിയ തെളിവുകൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ടോ, പുതിയ റിലേഷൻസ് വന്നിട്ടുണ്ടോ, പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കേസിൽ തുടരന്വേഷണം നടത്തണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്നാണ് ചട്ടം. ഏത് കേസിലും പുതിയ തെളിവുകളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷവും തുടരന്വേഷണം നടത്താവുന്നതാണ്. ഇക്കാര്യമായിരിക്കും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുക. ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കിട്ടിയ ശേഷം അന്വേഷണത്തെക്കുറിച്ചുള്ള നിലപാട് സർക്കാർ പ്രഖ്യാപിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി എത്തിയിട്ടുള്ളത് ശ്രീനാരായണ ധർമ്മവേദി കൺവീനർ ബിജു രമേശ് തിരുവനന്തപുരത്ത് തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. SNDP യൂണിയൻ സെക്രട്ടറി സിനിൽ മുണ്ടപ്പള്ളി പത്തനംതിട്ട ബ്യൂറോയിൽ തത്സമയം ചേരുന്നു. BJPയുടെ TG മോഹൻദാസ് ഡൽഹി ബ്യൂറോയിൽ, ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ, SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, VS സുനിൽകുമാർ CPI MLA എന്നിവർ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ശ്രീ ബിജു രമേശ്, ഇതിനു മുൻപ് ശാശ്വതി കാനന്ദയുടെ മരണം സംബന്ധിച്ച അന്വേഷണം നടക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് താങ്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പറഞ്ഞത് ശാശ്വതി കാനന്ദയുടെ മരണം സ്വാഭാവികമല്ല, അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് എന്ന് അദ്ദേഹത്തിന്റെ ജോലിക്കാർ പറഞ്ഞു കേൾക്കുന്നു എന്നതായിരുന്നു താങ്കളുടേതായി രേഖപ്പെടുത്തപ്പെട്ട മൊഴി. പക്ഷേ ആ ജോലിക്കാരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞില്ല എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. ഇത് ശരിയല്ലേ? അങ്ങനൊരു മൊഴി എന്നിൽ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ ഈ പറയപ്പെടുന്ന സഹദേവൻ എന്ന് പറയുന്ന SIയെ ഞാനൊരു ദിവസം വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഓഫീസിൻ്റെ വെളിയിലുള്ള ലിവിങ് റൂമിൻ്റെ ഭാഗത്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ എന്നെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. എവിടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് വന്നത്. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ ഉപവാസം നടത്തിയതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനാണ് വന്നത്. ആ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഉപവാസം നടത്തിയതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നതിലേക്ക് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നടത്താനുണ്ടായ കാരണം ജയിലിലെ 2 വാർഡന്മാർ എന്നോട് ഇവിടെ വന്നപ്പോൾ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ ജയിലിലുള്ള ഒരു പ്രിയൻ എന്ന് പറഞ്ഞൊരു ആളാണ് ഇത് കൊല ചെയ്തതെന്ന പ്രിയൻ അവരോട് പറഞ്ഞതായിട്ട് എന്നോട് ആദ്യം പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞങ്ങൾ പല ആവർത്തി സംസാരിച്ച് ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ കൊലപാതകം എന്നുള്ള കുറേ സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഒരു ഉപവാസം നടത്താൻ തീരുമാനിക്കുകയും അത് ശിവഗിരി മഠത്തിലെ സന്യാസിമാരുൾപ്പെടെ വന്ന് ഉപവാസത്തിൽ ഒരു ദിവസം പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് 3-4 ദിവസമായി കാണും, ഞാൻ ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല, ശ്രീ പ്രിയൻ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഒരു ഹോട്ടലിൽ വരികയും അവിടെ നിന്ന് എന്നെ കാണണമെന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ആവശ്യപ്പെടുകയും
അവർ ഫോണിലൂടെ എന്നെ വിളിച്ച് കണക്ട് ചെയ്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇങ്ങോട്ട് നേരിട്ട് കാണണ്ട, ഫോൺ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് പറഞ്ഞത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ചോദിച്ചു, ഞാൻ താങ്കളെ ഉപദ്രവിക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, സാറിങ്ങനെ ഉപവാസവുമായിട്ട് സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്നു, പരാതികൾ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർ കൊടുത്തു എന്ന് കേട്ടു. ഇനി ഇത് CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ, വേറെ അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ പെട്ടുപോകും. ഞാൻ പ്രവീൺ വധക്കേസിലെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അത് ഹൈക്കോടതിയിൽ നിന്ന് വെറുതെ എന്നെ വിട്ട് ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നതേ ഉള്ളൂ. ഇനി ഇതും കൂടെ വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്ക് ജീവപര്യന്തം തന്നെ കിട്ടും. അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്വാമിയുമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ സ്വാമിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്, അല്ല എനിക്ക് സ്വാമിയുമായി യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ വിവരം ഞാൻ വെളിയിൽ നിൽക്കുന്ന ഈ പറയപ്പെടുന്ന SIനോട് ഞാൻ പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഫോണും വന്നായിരുന്നു, അതിന് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് വന്നായിരുന്നു. അപ്പം ചോദിച്ചു, മറ്റേ ജയിലിൽ ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ ജയിലിലെ 2 വാർഡന്മാരാണ് പറഞ്ഞത്, അവരെന്നെ വന്ന് കണ്ടു, അവരുടെ നമ്പർ ഞാൻ പിന്നീട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വേണ്ട, ഞാൻ മേലുദ്യോഗസ്ഥനോട് സാറിനോട് ചോദിച്ചിട്ട്, മേലുദ്യോഗസ്ഥനെന്നല്ല പറഞ്ഞത്, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആ ഉദ്യോഗസ്ഥനെ പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി. ശ്രീ ബിജു രമേശ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് താങ്കളുടെ മൊഴി വ്യാജമായി രേഖപ്പെടുത്തുകയാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തതെന്നാണ്. അന്ന് താങ്കൾ ഇത് പുറത്തു പറഞ്ഞിരുന്നു? തീർച്ചയായിട്ടും ഞാൻ എന്നെ മൊഴിയെടുക്കുകയോ ഞാനുമായിട്ട് ഇരുന്ന് എഴുതിയെടുക്കുകയോ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വെളിയിൽ വെച്ച് സംസാരിച്ച് ഞങ്ങൾ പിരിയാണ്, വരാം, പിന്നൊരു സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സാറുമായി ഇതെല്ലാം പറഞ്ഞ് സാറുമായി സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് SP ആണ്. അപ്പോൾ ചിലപ്പോൾ SPയോ DYSPയോ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുകയോ ആയിരിക്കും എന്നുള്ള ധാരണയിലായിരുന്നു. ഇതേ വിവരം ഞാൻ ശ്രീനാരായണ ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അവതരിപ്പിച്ചു. ഇങ്ങനെ വരികയും സംസാരിക്കുകയും ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി വിവരം പറയുകയും ചെയ്തു. പക്ഷേ തുടർന്ന് യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന വസ്തുതയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാത്തതെന്ന് വെച്ചാൽ, കോടതിയിൽ പലരും പോയിട്ട് അത് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മതി എന്നുള്ള നിലപാട് നിൽക്കുമ്പോൾ, ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട സ്വാമി തന്നെ സുപ്രീം കോടതി വരെ പോയിട്ടും ഇവിടുത്തെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പോകുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ പെൻഡിങ് വെച്ചത്. ശ്രീ സിനിൽ മുണ്ടപ്പള്ളി, ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതുതായി തുറക്കപ്പെട്ടിട്ടുള്ള വിവാദം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും സ്വാമിയുടെ മരണത്തിൽ, ശാശ്വതി ഗാനന്ദിയുടെ മരണത്തിൽ ബന്ധമുണ്ട് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശാശ്വതി ഗാനന്ദിയുടെ സഹോദരി ശാന്തകുമാരി ആവശ്യപ്പെടുന്നത് ഈ കേസിൽ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യണം. ഇതിനു മുൻപ് അന്വേഷണം നടന്നപ്പോൾ ആ അന്വേഷണം വെള്ളാപ്പള്ളിയുടെ അടുത്ത് എത്തിയില്ല. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം അന്ന് തന്നെ ഉണ്ടായി. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ശാശ്വതി ഗാനന്ദയ്ക്ക് അദ്ദേഹത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്ന നിലപാട് ശാശ്വതി ഗാനന്ദയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ വിദേശത്ത് വെച്ച് അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. അതിനുശേഷം മടങ്ങി വന്ന് ശാശ്വതി ഗാനന്ദിയുടെ മരണം സംഭവിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ തോന്നുന്നില്ലേ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിൻസെന്റ് M. പോൾ ക്രൈംബ്രാഞ്ചിലുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ IG സൈമൺ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷിക്കുന്ന സമയത്താണ് SI സഹദേവൻ ശ്രീ ബിജു രമേശിന്റെ മൊഴികൾ രേഖപ്പെടുത്തുന്നത്. ആ മൊഴികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയാണ് ഇന്ന് അദ്ദേഹം ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കണ്ടു. ഇവിടെ ശ്രീ ബിജു രമേശ് 2-3 ദിവസമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന നോക്കുക. പലരും അദ്ദേഹത്തിനോട് പലതും പറഞ്ഞു. ഇപ്പോൾ പ്രിയൻ പറഞ്ഞു, ശാന്ത പറഞ്ഞു, അവർ പറഞ്ഞു, ഓരോരുത്തർ ഇദ്ദേഹം അവർ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ പുതിയ എവിഡൻസ് എന്തെങ്കിലും താങ്കളുടെ പക്കലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? CRPC 173(8) അനുസരിച്ച് താങ്കൾ ആ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പുനരന്വേഷണത്തിന് സർക്കാരോ മറ്റ് ഏജൻസികളോ തയ്യാറാണ്. ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് ആരെയൊക്കെ ചോദ്യം ചെയ്തതെന്നൊക്കെ ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നു. അപ്പോൾ എവിടെയെങ്കിലും പുതിയതായിട്ട് SNDP യോഗത്തെ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ഇതൊരു സുതാര്യമായ അന്വേഷണം നടക്കണം, CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ NIA അന്വേഷിക്കുക. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം.
അല്ലാതെ പുറത്തു വന്ന് ഓരോ ദിവസം ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ ഇത് കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. SNDP യോഗം ഒരു ഉജ്ജ്വലമായ ശക്തി, ഒരു രാഷ്ട്രീയ ശക്തിയായി, ഒരു മതേതര ജനാധിപത്യ സംവിധാനം, രാഷ്ട്രീയ ശക്തി കേരളത്തിൽ രൂപാന്തരപ്പെടാൻ പോകുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവർ ഉന്നയിച്ചു. ഒന്ന്, ആദ്യം സ്വിസ് ബാങ്കിനെ പറ്റി പറഞ്ഞു, ആ ഉണ്ടയില്ല വെടിപൊട്ടി. രണ്ടാമത് മൈക്രോ ഫിനാൻസിനെ പറ്റി പറഞ്ഞു, അത് ഉണ്ടായില്ല വെടിപൊട്ടി. അടുത്തപ്പോൾ സ്വാമിജിയുടെ കാര്യം പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ആലപ്പുഴയിൽ കറ്റാണത്ത് വെച്ച് കൊടിയേരി ബാലകൃഷ്ണനെ ശ്രീ ബിജു രമേശ് കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഈ തിരക്കഥകളെല്ലാം വരുന്നത്, പുതിയ പുതിയ സംഭവങ്ങളും പുതിയ കഥകളും വരുന്നത്. ഇവിടെ IPC പ്രകാരം IPC 212 അനുസരിച്ച് ഒരു മിനിറ്റ് സിനിൽ മുണ്ടപ്പള്ളി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബിജു രമേശ്, ഒരു മിനിറ്റ്. ശ്രീ ബിജു രമേശ്, 173(8) IPC പ്രകാരം ഇനി കേസ് പുനരന്വേഷണത്തിന് വരണമെങ്കിൽ താങ്കളും മറ്റുള്ളവരും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് പുതിയതാണ്, അതിൽ ഒരു കേസ് വീണ്ടും പുനരന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുത്താവുന്ന എന്ത് തെളിവുകളാണ്, എന്ത് എവിഡൻസുകളാണ് താങ്കളുടെ പക്കലുള്ളത്? ഒന്നാമത് ഞാൻ പറഞ്ഞ പ്രിയനെ ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടില്ല. എൻ്റെ മൊഴി എടുക്കാതെയാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നത്. അത് തന്നെ വ്യാജമായി ചമച്ചതാണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. രണ്ടാമത്, ഇന്ന് വൈകുന്നേരം ശാശ്വതികാനന്ദ സ്വാമിയുടെ സഹോദരങ്ങളായ 4 പേർ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു രാജേന്ദ്രൻ, ശാന്തകുമാരി, വിജയകുമാർ, ശകുന്തള. ഈ 4 പേര് വന്നിരുന്നപ്പോൾ ഈ ശാന്തകുമാരി എന്ന് പറയപ്പെടുന്നവർ SN കോളേജിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അവർ പറയുകയുണ്ടായി, അവരെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും കേസുമായി അന്വേഷിക്കണം, CBI അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പോയതിനു ശേഷം അവരെ നിരന്തരം കോളേജിൽ ഹരാസ് ചെയ്യുകയും പല പ്രാവശ്യം പലയിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് അവർക്ക് മാത്രം സ്പെഷ്യൽ ടൈം ടേബിള് 5 മിനിറ്റ് താമസിച്ചാൽ അന്നത്തെ ദിവസത്തെ ലീവ് എടുത്ത് അവരെ പറഞ്ഞു വിടുക, അങ്ങനെ ഒരുപാട് രീതിയിൽ അവരെ ഹരാസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയാമല്ലോ, ഈ കേസ് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ കേസിൽ ഒരു പുനരന്വേഷണത്തിന് ഇതൊന്നുമല്ല. ഒരു നിമിഷം ഇതുമായി ബന്ധപ്പെട്ട് അവർ ക്രൈംബ്രാഞ്ചിൽ പോയിരുന്ന സമയത്ത് അവിടെ ഇരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായി ഈ പറയപ്പെടുന്ന SIയോട് ഈ വിവരം പറഞ്ഞപ്പോൾ SI പറഞ്ഞ മറുപടിയാണ് എന്നെ ഇന്ന് കൂടുതൽ ഇതാക്കിയത്. ഞാൻ നാളെ വെള്ളാപ്പള്ളി നടേശനെ സാറിനെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ഈ പ്രശ്നം വേണമെങ്കിൽ ഞാൻ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് ഈ SI അവരോട് പറഞ്ഞതായി പറയുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള വളരെ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ അവരുടെ മനസ്സിലുള്ള ശാന്ത എന്ന് സ്വാമിയുടെ സഹോദരിയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇന്ന് വൈകുന്നേരം അവർ എന്നെ കാണാൻ വന്നപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ സംഭവമാണ്. അവരെ നിങ്ങൾക്ക് ഫോണിലൂടെ ബന്ധപ്പെടാം, അവരുമായി ചോദിക്കാം. ഈ ഇതെല്ലാം ശാന്തകുമാരി പറഞ്ഞു കഴിഞ്ഞതാണ്, മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞതാണ്. ശ്രീ ബിജു രമേശ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്, മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞതാണ്. ഇതൊന്നും ഈ കേസ് പുനരന്വേഷിക്കാൻ വേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങളാകുന്നില്ല. കേസ് പുനരന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയമപരമായുള്ള ക്രിമിനൽ ലോയറുമായി കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റുമായി സംസാരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടി എടുക്കേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കാനായിട്ട് തന്നെയാണ് ശ്രീനാരായണ ധർമ്മവേദിയുടെ തീരുമാനവും. ഇന്ന് സ്വാമിയുടെ സഹോദരങ്ങൾ അവർ കോടതിയിലേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട്. അവർ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ പോകുന്നതിലേക്ക് ഇതിന്റെ വസ്തുത സത്യം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി അവരും നിയമപരമായി എന്ത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണ്, അതിലേക്കാണ് അവർ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, SNDP യോഗം മുൻ പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലൂടെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഇത് ഇവിടെ സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞതുപോലെ ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പുതിയ വിവാദങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ ആരോപണങ്ങൾ, ഇതെല്ലാം ഉണ്ടയില്ല വെടികളാണോ? പുതിയ ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ എന്താ ഞാൻ മറുപടി പറയുക? കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട്, ഒരു ദശകത്തിന് മേലായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു സംശയം, ഒരു ദുരൂഹത, അതാണ് ഈ അന്വേഷണത്തിന്, കൂടുതൽ അന്വേഷണത്തിന് പ്രസക്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഉത്തരവില്ല. ചുമ്മാ സ്വാമി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ മസിൽ കോച്ചിപ്പോയി പോയതായിരിക്കും എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയാൽ അതിനെതിരെ ഉയർന്നു വരുന്ന ഒരുപിടി സംശയങ്ങൾക്ക് ഉത്തരം കിട്ടണ്ടേ സമൂഹത്തിന്? ഹൈക്കോടതി ശരിവെച്ച റിപ്പോർട്ടാണ്. ഹൈക്കോടതി അല്ല, ഇവര് ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് പിന്നെ അതിന് ഫർദർ ചലഞ്ച് ഉണ്ടായിട്ടില്ല.
ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതിയിൽ പോയത് ഇത് ഫർദർ ഇത് CBI പോകണമെന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണ്. അത് ഈ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആണ് എന്ന കാരണം പറഞ്ഞാണ് CBIക്ക് പോകാനുള്ള ഹർജികളെ ക്ലോസ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി ശരിവച്ചില്ലേ? ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളെ ഹൈക്കോടതി ശരിവച്ചിട്ടില്ലേ? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഹൈക്കോടതി ആ റിപ്പോർട്ടിൽ പരിശോധിച്ച് ശരിവെച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ പറയൂ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനിയിപ്പോൾ ഈ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ IPC 173(8) പ്രകാരം ഈ ആരോപണങ്ങൾ പുതുതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടണം. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ADGPയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ, ബിജു രമേശ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ശാന്തകുമാരി പറയുന്ന കാര്യങ്ങൾ, മഠാധിപതി പ്രകാശാനന്ദയുടെ സംശയങ്ങൾ, ഇതെല്ലാം തന്നെ ഈ കേസ് പുനരന്വേഷണത്തിന് യോഗ്യമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ? അതെല്ലാം ഒരു മാർജിനൽ ഏരിയയാണ്, ഒരു മാർജിനൽ ലൈനിലാണ് നിൽക്കുന്നത്. അത് ഡിപ്പെൻസ് അതിന്റെ പരിധിയിലേക്ക് 173(8) പരിധിയിലേക്ക് നീതി പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നിയമവിദഗ്ധരും അന്വേഷണ ഉദ്യോഗസ്ഥരും പരിശ്രമിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതല്ല, ഇവിടെ സിനിൽ മുണ്ടപ്പള്ളി, ഒരു മിനിറ്റ്, സിനിൽ മുണ്ടപ്പള്ളി SNDP യൂണിയൻ സെക്രട്ടറി ഇവിടെ പറഞ്ഞത് തെളിവുകൾ എവിടെയുണ്ട്, നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ആ തെളിവുകൾ മുന്നോട്ട് വെക്കൂ, അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും വരട്ടെ എന്നാണ്. ആ നിലപാടാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഒക്കെ ഉള്ളത്. ഇവിടെ വീണ്ടും കേസ് പുനരന്വേഷിക്കാൻ പാകത്തിനുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ വിവരങ്ങളിലേക്ക് ചെന്നെത്താവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ടോ? അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, തീർച്ചയായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പല പുതിയ കാര്യം. ഉദാഹരണത്തിന് മിസ്റ്റർ സാബുവിന്റെ തിരോധനം, അതുപോലെ തന്നെ സാബുവിനെ നേരാമണ്ണം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വസ്തുത, അതുമായിട്ട് ചൂർന്നു നിൽക്കുന്ന സംഗതികള്, അതൊക്കെ ഈ വലിയ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്ന സംഗതികളല്ലേ. പിന്നെ അതുപോലെ ശാശ്വതീകാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടും അദ്ദേഹത്തിന് ശത്രുക്കളായിട്ടും ധാരാളം പേരുണ്ടെന്നുള്ള ഒരു വസ്തുത, അദ്ദേഹത്തിന് സുഹൃത്തുക്കളുള്ളതുപോലെ ധാരാളം ശത്രുക്കളുണ്ട്. ഇതിപ്പോ ആരുടെയെങ്കിലും പേരിലേക്ക് വിരൽ ചൂണ്ടാതെ തന്നെ ഇതിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഒരു പുനരന്വേഷണത്തിന് അവസരമുണ്ടായാൽ, അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് അവസരമുണ്ടായാൽ, തീർച്ചയായും ഈ പല ആളുകൾ നൽകിയ അറിവുകളുണ്ട്. ഈ പുതിയ അറിവുകൾ ഒരുപക്ഷെ തെളിവുകളിലേക്ക് തന്നെ നയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി, ശ്രീ CK വിദ്യാസാഗർ, ഇവിടെ ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരി പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യണം. കഴിഞ്ഞ വട്ടം ഈ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് അന്വേഷണം വെള്ളാപ്പള്ളിയിലേക്ക് എത്തിയില്ല, അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ്. വെള്ളാപ്പള്ളി നടേശനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് വേണം ഈ കേസിൽ മുന്നോട്ട് പോകാൻ എന്ന ശാന്തകുമാരിയുടെ ആവശ്യത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ആരെല്ലാം ചോദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അല്ല, വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളി നടേശനും എതിരെയാണ് ആരോപണങ്ങൾ, അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യണം, അവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് സഹോദരി പറഞ്ഞത്. ആരെങ്കിലും പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമല്ല, സത്യം കണ്ടെത്താനായിട്ടുള്ള ഒരു അന്വേഷണം നടക്കട്ടെ. സ്വാഭാവികമായി അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യണ്ടേ? വെല്ലാപ്പള്ളി നടേശനെയും പ്രീതി നടേശനെയും ഒക്കെ ചോദ്യം ചെയ്തതായിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതായിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ ഇപ്പോ സ്ക്രോളിംഗ് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ ചോദ്യം ശ്രീ CK വിദ്യാസാഗർ, ഇപ്പോൾ ഈ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണ്ടേ എന്നാണ്. ഒരു അഭിഭാഷകൻ നിലയിൽ താങ്കൾ പറയൂ. തീർച്ചയായിട്ടും ഇപ്പൊ ദുബായിലും ബഹ്റൈനിലും ഒക്കെ വെച്ച് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങള് പലരും ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. BJPയുടെ TG മോഹൻദാസ് ഡൽഹി ബ്യൂറോയിലുണ്ട്. ശ്രീ TG മോഹൻദാസ്, ഇവിടെ ആദ്യം ബിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ചു, അതിനെ പിന്താങ്ങി ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരി, ഇപ്പോൾ മഠാധിപതി പ്രകാശാനന്ദയും സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, സംശയങ്ങളുണ്ട്, അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടെടുത്തിരിക്കുന്നു. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം ഇടതുപക്ഷത്തിന്റെ ആവശ്യം അവിടുത്തെ നേതാക്കൾ ഒന്നാകെ പറയുന്നു, ഇതിൽ പുനരന്വേഷണം വേണം. കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതേ ഉള്ളൂ. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണമെന്ന നിലപാടാണ് KPCC അധ്യക്ഷനുള്ളതെന്ന് അറിയുന്നു.
എന്താണ് ഈ വിഷയത്തിൽ BJPയുടെ നിലപാട്? സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം, ഈ വിഷയത്തിൽ നുണ പറഞ്ഞവരെ കൂടെ വെറുതെ വിടരുത്. വെക്സേഷ്യസ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ആരോപണങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയുള്ളവരെ സാധാരണ വെറുതെ വിടുക ചെയ്യുന്നത്. ഒരാളൊരു കള്ള ആരോപണം ഉന്നയിച്ച് ശരി പോട്ടെ, അയാളുടെ മൊഴി പരിഗണിച്ചില്ല, വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. പക്ഷേ ദുരുദ്ദേശത്തോടുകൂടി കോടതിയെയോ അന്വേഷണത്തെയോ തെറ്റിദ്ധരിപ്പിക്കാനോ അതിലൂടെ തൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനോ ഒരാൾ ശ്രമിച്ചാൽ അയാൾക്ക് ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർ, ആരോപണം ഉന്നയിക്കപ്പെട്ടവർ, ഇവരെയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. വാസ്തവത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നടക്കുന്നത് എന്താ? ഇപ്പൊ ബിജു രമേശ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അല്ലല്ല, ഒറ്റ മിനിറ്റ് ശ്രീ മോഹൻദാസ്, താങ്കൾ വളരെ പെട്ടെന്ന് ഇത് തെറ്റാണെങ്കിൽ, ദുരുദ്ദേശപരമായ ആരോപണങ്ങളാണെങ്കിൽ എന്നൊക്കെയുള്ള ഒരു മുൻവിധിയിലേക്ക് എടുത്തു ചാടിയോ? എന്റെ ചോദ്യം, ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നതാണല്ലോ BJPയുടെ നിലപാട്. ശ്രീ TG മോഹൻദാസ്, ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണല്ലോ. ഇനിയിപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ബിജു രമേശ് ഇക്കാര്യങ്ങൾ പുതുതായി അന്വേഷണം വേണമെന്നാണ്. ഇല്ലില്ല, ഗോപീഷൻ മുൻവിധിയല്ല. ഞാൻ പറയട്ടെ, മുൻവിധിയൊന്നുമല്ല. കഴിഞ്ഞ 3-4 ദിവസം ഞാനും ഇതൊക്കെ കേട്ട് ജീവിക്കുന്നവനാണല്ലോ. മുൻവിധിയൊന്നുമല്ല. വ്യക്തമാകുന്നൊരു ചിത്രമുണ്ട്. ഒരു വ്യാപകമായ ഹിന്ദു യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നു, അവകാശങ്ങൾ ചോദിക്കുന്നു. മാരാരിക്കുളത്തും അരൂരും എല്ലാം ഹിന്ദുക്കൾ ജയിച്ചു വന്നിരുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് മറ്റ് സമുദായങ്ങളിലേക്ക് LDFും UDFും സീറ്റ് മാറിക്കൊടുത്തു എന്ന് ചോദിക്കുന്നു. ഇതാണ് വെള്ളാപ്പള്ളി ചെയ്ത കുറ്റം. അതിനെ തുടർന്നാണ് വെള്ളാപ്പള്ളിയുടെ നേർക്ക് ഈ ആരോപണങ്ങൾ വരുന്നത്. 2006 ഫെബ്രുവരി 9 പത്രങ്ങൾ എടുത്തു നോക്കുക. അച്യുതാനന്ദൻ തന്നെ ഈ പറഞ്ഞ ബിജു രമേശ് ഇപ്പൊ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. 2006 ഫെബ്രുവരി 9 3 മാസത്തിനുള്ളിൽ മെയ് മാസത്തിൽ അച്യുതാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട്. 5 കൊല്ലം ഭരിച്ചു. എന്തന്വേഷിച്ചു? വല്ല പിണാക്കും അന്വേഷിച്ചു. ആരെ തട്ടിക്കാനാണ് LDFും UDFും കൂടി ഈ നാടകം കളിക്കുന്നത്? അതിന്റെ കൂടെ ബിജു രമേശ് താടിക്ക് തീ പിടിച്ചപ്പോ ഒന്ന് അതിൽ കയറി ഷൈൻ ചെയ്യാൻ നോക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിനും അറിയാം എല്ലാം അന്വേഷണവും കഴിഞ്ഞ് തള്ളിപ്പോയതാണെന്നറിയാം. ഇന്ന് റിട്ടയർ ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഞാനിതെല്ലാം പരിശോധിച്ചതാണെന്ന്. ഇനി അതും കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ബിജു രമേശിനോട് പറയുന്നു, നിങ്ങൾ 178(3) പെറ്റീഷൻ കൊടുക്കൂ കോടതിയിൽ. കൊടുക്കുകയില്ല. എനിക്ക് വലിയ സങ്കടം വന്നത് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഇത് പറഞ്ഞുകൊണ്ടാണ്. ശരി, നിങ്ങൾക്ക് തൃപ്തിയില്ല അന്വേഷണത്തിൽ, നിങ്ങൾ അപ്പീൽ കൊടുക്കൂ, നിങ്ങൾ സുപ്രീം കോടതി പോകൂ. ഇല്ല, അവിടെയൊന്നും പോയിട്ട് കാര്യമില്ല, അത് അവിടെയൊക്കെ സർക്കാർ ഞങ്ങൾക്ക് പാര വയ്ക്കുന്നു. ഇതെന്തൊരു അല്ല, ശ്രീ TG മോഹൻദാസ്, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, താങ്കൾക്ക് മുൻവിധിയില്ല, താങ്കളും ഇതെല്ലാം കേട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇതേപോലെ തന്നെ 2002 ശാശ്വതീകാനന്ദ കൊല്ലപ്പെട്ട സമയത്ത്, അദ്ദേഹം മരിച്ച സമയത്ത് ആ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളും അതുമായി ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന കഥകളും അതിലുണ്ടായിരുന്ന ദുരൂഹതയും ആ ദുരൂഹതയിൽ ഉണർന്നിരുന്ന അത് മുന്നോട്ട് വെച്ച സംശയങ്ങളുമെല്ലാം താങ്കൾ കേട്ടിരുന്നല്ലോ. പിന്നെ ബിജു രമേശ് ഇത് ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് ബിജു രമേശിനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ അന്വേഷണം നടത്താമായിരുന്നു ഇടതുപക്ഷ സർക്കാരിനും. ശരിയാണ്, അന്വേഷണം നടന്നില്ലായിരിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ പുതിയൊരു അന്വേഷണത്തിന് വഴി തുറക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകട്ടെ. പ്രത്യേകിച്ച് ബിജു രമേശ് തന്നെ പറയുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണ സമയത്ത് അദ്ദേഹത്തിന്റെ മൊഴി വ്യാജമായി രേഖപ്പെടുത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൂടുതൽ ചോദ്യം ചെയ്ത് അന്വേഷണത്തിന്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അതിലൊരു അത് മുഴുവൻ ക്ലിയർ ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അല്ല ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതാര് ചെയ്യണം എന്നാണ് ബിജു രമേശ് പ്രതീക്ഷിക്കുന്നത്? സർക്കാർ ചെയ്യണം എന്ന്. സർക്കാർ ചെയ്യില്ല എന്ന് ബിജു രമേശിന് വ്യക്തമാണല്ലോ. ഇത്രയും കാലമായിട്ട് 2 സർക്കാരും ചെയ്തില്ലല്ലോ. അപ്പൊ ബിജു രമേശ് ചെയ്യേണ്ടത് എന്താ? മാന്യമായിട്ട് കോടതിയിൽ പോകണം. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആലോചന എത്ര കാലമായി? എന്നിട്ട് ഒരു അവസരം വന്നു കഴിയുമ്പോൾ വീണ്ടും TV ചാനലുകൾ ഈ ഇഷ്യൂ ലൈവ് ആകുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ദുരൂഹ മരണമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ആരോപണങ്ങൾ എടുത്തിട്ട് അലക്കുക. ശരി, ഒരിക്കൽ പരിശോധിച്ച് തള്ളിക്കളഞ്ഞ ആരോപണങ്ങളാണ്. ശരി, അങ്ങനെയല്ല. ശരി, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ CPI MLA VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, താങ്കളെ കണക്ട് ചെയ്യാൻ അല്പം വൈകിയതുകൊണ്ട് ഈ ചർച്ചയുടെ ആദ്യഘട്ടം താങ്കൾ കേട്ടിരിക്കാൻ ഇടയില്ല. ശ്രീ സുനിൽകുമാർ, ഇവിടെ TG മോഹൻദാസ്, BJP പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ നിൽക്കുന്ന TG മോഹൻദാസ് പറയുന്നു, നേരത്തെ VS അച്യുതാനന്ദൻ ഇതേ സംശയങ്ങൾ ഉന്നയിച്ചതാണ്. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകളുണ്ട് എന്ന സംശയം ഉന്നയിച്ചതാണ്. വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് അവർ അത് അന്വേഷിച്ചില്ല?
എല്ലാവരും ഈ വിഷയത്തിൽ ഒരേപോലെ മാറി മാറി നിന്ന് കളിക്കുകയല്ലാതെ ഇതിൽ അന്വേഷണം ഉണ്ടായില്ല. ഇപ്പോൾ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അതാണ് ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇവിടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അല്ല, അതല്ല, വി.എസ്. ആരോപണം ഉന്നയിക്കുകയും ഞാൻ പറയട്ടെ, ഒരിക്കലും വരാത്തതിനേക്കാൾ നല്ലത് വൈകി വരിക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും വരാത്തതിനേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ ആ ഗവൺമെന്റ് അന്വേഷിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇവിടെ ഒരു പ്രതിയെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അന്വേഷണം അല്ല ഇവിടെ ആവശ്യം. വെള്ളാപ്പള്ളി നടേശനാണോ തുഷാർ വെള്ളാപ്പള്ളിയാണോ, ഇനി അതല്ല ഇനി ബിജു രമേശ് തന്നെയാണോ ശാശ്വതി ഗാന്ധിയെ വധിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ശാശ്വതി ഗാന്ധിയുടെ മരണം ഒരു സ്വാഭാവികമായിട്ടുള്ള മരണമല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഈ സാഹചര്യത്തിൽ ശാശ്വതി ഗാന്ധിയുടെ മരണത്തെ സംബന്ധിച്ച് ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വീണ്ടും വേണം. പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ വേണമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മറയ്ക്കുന്നത് ശരിയല്ല. ഒരു വെള്ളാപ്പള്ളി നടേശനെതിരെയോ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുരുക്കുന്നത് ശരിയല്ല. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ശ്രീനാരായണ വിശ്വാസത്തിന്റെ ആത്മീയ ആചാര്യനാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിയോ രണ്ടാമത്തെ വിഷയമാണ്. അവർ ആകാതിരിക്കെ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ മരണപ്പെട്ടിരിക്കുന്ന ശാശ്വതി ഗാനന്ദ എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യനാണ്. ഇന്ന് ഇപ്പൊ പത്രങ്ങളിലോ ടിവിയിലൊക്കെ ഏതൊരു SI ആണ് അതിനെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അല്ല സുനിൽകുമാർ MLA, അതല്ല PS സുനിൽകുമാർ MLA, ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആരോപണം ഫ്രഷ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ പ്രശ്നമായിട്ടുള്ള അന്വേഷണത്തിന് ആവശ്യമാണോ എന്ന കാര്യം വിദഗ്ധമായ നിയമോപദേശത്തിന്റെ പേരിൽ മാത്രം നടത്തേണ്ട കാര്യമാണ്. കേരളത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ ചുരുക്കിക്കാണാൻ ആരും ശ്രമിക്കരുത്. കാരണം ഇത് കേരളത്തിലൊരു 10, 15, 18 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ എത്രയോ അന്വേഷണങ്ങള് നടത്തി എഴുതി തള്ളിയ കേസുകൾ പിന്നീട് അന്വേഷിച്ച് പുതിയ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണേണ്ട കാര്യം ഇതിന്റെ മെറിറ്റ് പോകേണ്ടത് നമ്മളാരുമല്ല, മാധ്യമ വിചാരണയിലൂടെ എല്ലാവരും പ്രശ്നത്തിലുള്ളത് ചെറിയ അന്വേഷണത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരു ആത്മീയ ആചാര്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ നേതാവിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോ അത് ഇങ്ങനെ ഒരു വിഴുപ്പലക്കലിന്റെ കേന്ദ്രമായിട്ട് ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ ഏറെ നേരമായി അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ A. ഷുക്കൂർ, ഇവിടെ കേസിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷം വേണം അന്വേഷണത്തെക്കുറിച്ച് തീരുമാനിക്കാൻ എന്നതാണ് VM സുധീരന്റെ നിലപാട് എന്ന് അറിയുന്നു. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 173(8) പ്രകാരം കേസ് അന്വേഷണത്തിന് സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം സാധ്യമാകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് സർക്കാർ. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിലൊരു പുനരന്വേഷണ സാധ്യതയുണ്ടോ? തീർച്ചയായും ഒരു പുനരന്വേഷണ സാധ്യതയുണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. കാരണം 2002 ഈ സ്വാമി ശാശ്വതി ഗാനന്ദയുടെ ദുരൂഹമായ മരണം, ആ മരണത്തിനെ തുടർന്നുണ്ടായ അന്നത്തെ അന്വേഷണം, ആ അന്വേഷണത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ വന്നിട്ടുള്ള പരാതികൾ, ഇതിന്റെയൊക്കെ ഗൗരവം സത്യത്തിൽ ആദ്യം വരേണ്ടിയിരുന്നത് SNDP യോഗത്തിൽ നിന്നായിരുന്നു. എന്നാൽ SNDP യോഗം അതിന് അത്രമാത്രം ഗൗരവം കണ്ടില്ല. എന്നാൽ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ വളരെ ഗൗരവം കണ്ടു. പക്ഷേ അത് അങ്ങ് കാലാന്തരത്തിൽ തുടങ്ങിപ്പോയി. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത് സംബന്ധിച്ച് ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ആ വെളിപ്പെടുത്തലുകൾ സ്വാഭാവികമായ മരണം അല്ല, ഇതൊരു കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലേക്ക് വന്നു. അവിടെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്തിയ അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെടുത്തുന്ന ആളുകളെ ഇതിന്റെ മൊഴി രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തുടർ അന്വേഷണം
ഒരു പുനർ അന്വേഷണം നിർബന്ധമായി വേണം. ശ്രീ എ ശുക്കൂർ 2002 ശാശ്വതീകാനന്ദ മരിക്കുമ്പോൾ കേരളം ആര് ഭരിച്ചിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യാജമൊഴി രേഖപ്പെടുത്തി എന്നാണ് ബിജു രമേശിന്റെ ആരോപണം. വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്തില്ല എന്നാണ് ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരിയുടെ പരാതി. ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം അവർക്കുണ്ട്. പ്രകാശാനന്ദ മഠാധിപതി പറയുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന്. ഇപ്പോൾ ഇനി വീണ്ടും ക്രൈംബ്രാഞ്ച് ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യത കണ്ടെത്തുകയും കൂടുതൽ തെളിവുകളും മറ്റ് വിവരങ്ങളും പുറത്തു വരികയും ചെയ്താൽ അന്ന് നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്തെ അന്വേഷണം കളങ്കപ്പെട്ടിരുന്നുവെന്നും അതിൽ ഇടപെടലുകൾ ഉണ്ടായി എന്നുകൂടി തെളിയാനുള്ള അവസരമാവുകയാണ്. ഇല്ല, അങ്ങനെ തെളിയുന്നുണ്ടെങ്കിൽ തെളിയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ഈ ദുരൂഹമായ മരണത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്ത് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാമിയുടെ മരണത്തെ തുടർന്ന് SNDP യോഗമാണ് വളരെ ഗൗരവമായിട്ട് ഇതിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ SNDP യോഗത്തിന്റെ അന്നത്തെ നേതാവായ ഇന്നത്തെ നേതാവായിരിക്കുന്ന ആളുകൾ അത് ചെയ്തില്ല. വിദ്യാസാഗർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ചിലത് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് വിദ്യാസാഗർ എടുത്ത നിലപാട് SNDP യോഗത്തിന് എന്ത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതവിടെ ഒരു ഭാഗം. രണ്ടൊരു ഭാഗം SNDP യോഗത്തിന്റെ മാവേലിക്കര യൂണിയൻ പ്രസിഡന്റായിരുന്ന ശ്രീ സുജാതൻ വിദേശത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. സ്വാമിയുടെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ശാരീരികമായ ഉപദ്രവം ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് അതിനെ കുറിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ആ പഴത്തൊലി എന്നൊക്കെ പറഞ്ഞ് സ്വാമിയെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം ഉണ്ടാകുമോ? നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് BJPയുടെ TG മോഹൻദാസ്, ആലപ്പുഴ DCC പ്രസിഡന്റ് A ശുക്കൂർ, SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ, CPI MLA VS സുനിൽകുമാർ, SNDP യൂണിയൻ സെക്രട്ടറി സിനിൽ മുണ്ടപ്പള്ളി എന്നിവരാണ്. ശ്രീ സിനിൽ മുണ്ടപ്പള്ളി, ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരി ഉന്നയിക്കുന്നതാണ്. വെള്ളാപ്പള്ളി നടേശനിലേക്ക് അന്വേഷണം എത്തിയില്ല എന്ന് മാത്രമല്ല, ശാശ്വതീകാനന്ദയുടെ മരണം സംഭവിച്ച ശേഷം അദ്ദേഹത്തിന്റെ മുറിയിൽ, അദ്ദേഹത്തിന്റെ അലമാറയിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസ്തുക്കൾ, ഡയറി, ഫയലുകൾ ഉൾപ്പെടെയുള്ള എല്ലാം അന്ന് തന്നെ നീക്കം ചെയ്തുവെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ പ്രശ്നങ്ങളുടെ പേരിലാണ് വിദേശത്ത് വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതും തുടർന്ന് ശാശ്വതീകാനന്ദ പെട്ടെന്ന് മടങ്ങിപ്പോന്നിരുന്നതെന്നും സന്തത സഹചാരിയും ദൃക്സാക്ഷിയുമായിരുന്ന സാബുവിനെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നും ശിവാനന്ദ സ്വാമിയും മറ്റൊരു സ്വാമിയും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറായിരുന്നു, പക്ഷെ അവരെ വിരട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുമെല്ലാമുള്ള ആരോപണം വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് വെള്ളാപ്പള്ളി നടേശനെയും തുഷാറിനെയുമാണ്. അതിനോട് ചേർത്ത് വെച്ച് വേണം ബിജു രമേശിന്റെ ആരോപണത്തെയും നമ്മൾ കാണാൻ. ഇതിന്റെ എല്ലാം നിജസ്ഥിതി കൊണ്ടുവരാൻ ഒരു പുനരന്വേഷണം മതിയായേ തീരൂ. തീർച്ചയായിട്ടും പുനരന്വേഷണം SNDP യോഗത്തിന്റെ കൗൺസിൽ പറഞ്ഞല്ലോ, CBI അന്വേഷണം വരട്ടെ, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ വന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം വരട്ടെ, ഏത് കാര്യത്തെ സംബന്ധിച്ചും അന്വേഷണം വരട്ടെ. പിന്നെ SNDP യോഗത്തെ സംബന്ധിച്ച് SNDP യോഗം എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ കൗൺസിൽ എല്ലാ മാസവും കൂടാറുണ്ട്. അതിൻ്റെ ഡയറക്ട് ബോർഡ് 3 മാസം കൂടാറുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ സുതാര്യമാണ്. ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ ആശയക്കുഴപ്പം. ഈ സംഘടനയ്ക്കകത്ത് നിൽക്കുന്നവർക്കറിയാം ഈ സംഘടനാ സെറ്റപ്പ് ഇത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സുതാര്യമായ സാമ്പത്തിക കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നിലൊന്നും ഒരു കാര്യങ്ങളും ഈ പറയുന്ന പോലൊന്നും ഇല്ല. ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. മറ്റൊന്ന്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. സ്വാമിജി കുളിക്കാൻ ഈ സംശയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പത്രങ്ങൾ വന്നങ്ങളൊക്കെ നമ്മൾ വായിച്ചറിയുന്നതാണ്. എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. പൊതുസമൂഹത്തിന് മുൻപിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തലനാരിഴ കീറി പരിശോധിച്ച് ഇതിൻ്റെ സുതാര്യമായ അന്വേഷണം നടത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതേ കൊണ്ടുവരട്ടെ. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. മറിച്ച്
ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ബഹുമാനായ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനുമാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. എന്തിനാണ് മുൻകൂട്ടി ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നത്? ഇതിലാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ശ്രീ വർഗീസിന്റെ കേസ് 40 വർഷം കഴിഞ്ഞിട്ടില്ലേ കണ്ടെത്തിയത്? ശ്രീ MM മണി CPM-ന്റെ നേതാവ്, അദ്ദേഹം ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു പ്രസംഗത്തിൽ നടത്തിയ കാര്യം കോടതി അന്വേഷിച്ചില്ലേ? അതൊക്കെ വരട്ടെ. അപ്പോൾ ഏത് കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ പിന്നെ ചില ആളുകൾ പുതിയതായിട്ട് വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് വേറെ നടന്ന കാര്യം, ഇതിന് തെളിവുണ്ടെങ്കിൽ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുമ്പാകെ കൊണ്ടുകൊടുക്കുക. ആ അന്വേഷണത്തിൽ മുമ്പാകെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ സുതാര്യമായിട്ടും കൃത്യതയോടും കൂടി പോട്ടെ. ഇവിടെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, AK ആന്റണിയുടെ സർക്കാർ, അതിന് കഴിഞ്ഞ് VS-ന്റെ സർക്കാർ, അതിനുശേഷം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഇതിനിടയ്ക്കാണ് SNDP യോഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ട് അദ്ദേഹത്തിനുള്ള വ്യക്തിവൈരാഗ്യം അറിയാം. SNDP യോഗ നേതാക്കളോടും SNDP പ്രസ്ഥാനത്തോടും വ്യക്തിവൈരാഗ്യമൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വ്യക്തിഹത്യൊന്നും നടത്തണ്ട. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതിയാണ് മേൽനോട്ടത്തിലാണ് ശ്രീ വിൻസെന്റ് M. പോൾ ക്രൈംബ്രാഞ്ചിന്റെ അദ്ദേഹത്തിന്റെ മേൽനോട്ടം IG സൈമൺ ഇതെല്ലാം അന്വേഷിച്ചു വരുന്നത്. ശ്രീ സഹദേവൻ എന്ന് പറയുന്ന മൊഴിയെടുത്ത ആളിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആരുടെയൊക്കെ മൊഴിയെടുത്തു, എന്തൊക്കെയാണ് അതിനെ സംഭവിച്ചത്, ശാസ്ത്രീയമായ അന്വേഷണം നടത്തി. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഫോട്ടോസ് എടുത്തതുണ്ട്, ഇതിൻ്റെ എല്ലാം രാസപരിശോധന നടത്തി. ഇതെല്ലാം തെളിവായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പം ജീവിക്കുന്ന തെളിവുകളുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ അന്വേഷണം വീണ്ടും നടത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവും തർക്കവും ഇതിനെ സംബന്ധിച്ചില്ല. SNDP യോഗത്തിൻ്റെ കൗൺസിൽ കൂടിയിട്ട് എടുത്തിട്ടുള്ള തീരുമാനം ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നുള്ളതാണ്. CBI അന്വേഷിക്കുവാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുമ്പാകെ അതിൻ്റെ ആവശ്യകത SNDP യോഗം കൗൺസിൽ മുൻപോട്ട് വെച്ചു. ഇവിടെ കുറേ ദിവസമായിട്ട് മാധ്യമ വിചാരണ നടത്തി SNDP യോഗത്തെ ഇങ്ങനെ ആക്ഷേപിക്കുവാൻ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കുരിശിലേറ്റിയ ആളുകളുണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ കഴുത്തിൽ കെട്ടിവലിച്ച ആളുകളുണ്ട്. മോഹൻദാസ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഈ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഒരു അന്വേഷണവും നടത്തിയില്ലല്ലോ. ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SNDP യോഗം പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഒരു CBI അന്വേഷണമാകട്ടെ എന്ന ആവശ്യം മുന്നോട്ട് വരുന്നത്. ഒരു CBI അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്ന് പ്രതീക്ഷിച്ചുകൂടെ? ചെയ്തോളൂന്ന്. CBI അല്ല, ഇന്റർപോൾ അന്വേഷിക്കട്ടെ എന്ന്. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അവരുടെ കൗൺസിൽ കൂടിയിട്ട് അവരും അതിന്റെ പ്രഖ്യാപനവും വന്നു. ഇനി എന്താ വേണ്ടേ ഗോപികൃഷ്ണൻ? ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്. നോക്കൂ, നമ്മുടെ സൂര്യനെല്ലി കേസിൽ ധർമ്മരാജന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നു. അതിനെ ചൊല്ലി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അതിലെ താല്പര്യ കക്ഷികൾ, പൊതു താല്പര്യ ഹർജിക്കാർ ഇവരെല്ലാം കൂടിയിട്ട് കോടതിയിൽ പോയി തൊടുപുഴ കോടതിയിൽ 173(8) കൊടുത്തു. PJ കുര്യനെ കൂടെ പ്രതിയാക്കണം, സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. കോടതി അത് തള്ളി. അവർ ഹൈക്കോടതിയിൽ വന്നു, ഹൈക്കോടതി അത് തള്ളി. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി അത് തള്ളി. അതേസമയം സൂര്യനെല്ലി ഒറിജിനൽ കേസ് ഹൈക്കോടതി ആകെ 2-3 പേരെ ആദ്യം ശിക്ഷിച്ചിരുന്നുള്ളൂ. പിന്നെ അത് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി തിരിച്ച് ഹൈക്കോടതിയിലേക്ക് റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി അതിൽ കൂടുതൽ ആൾക്കാരെ ശിക്ഷിച്ചു. ഇതാണ് കേസുകളുടെ സ്വഭാവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു, വെറുതെ ഒരു 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് 173(8) വെച്ചിട്ട് ഇന്ന കാര്യങ്ങളുണ്ട്, ഇതൊന്നും ഇവരെ അന്വേഷിക്കണം എന്ന് പറയുക മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്. പ്രബലന്മാരായ ആൾക്കാർ, വെള്ളാപ്പള്ളി നടേശൻ ജഡ്ജിമാരെയൊക്കെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ആളാണ്, നിങ്ങൾക്ക് പേടിയുണ്ടല്ലോ. അപ്പോൾ മജിസ്ട്രേറ്റ് തള്ളിക്കളയും. നിങ്ങളപ്പോൾ സെഷൻസിൽ പോവുക, അല്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ പോവുക. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർക്ക് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വെച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു ക്രിമിനൽ കേസിന്റെ പ്രൊസീഡിങ്സ് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ഇപ്പോൾ നിസ്സാരമായ എന്തെങ്കിലും കാരണം ഉണ്ടാവാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം അതിൽ പതറിപ്പോകുന്നു, ഒരു റോങ് നിലപാടെടുക്കുന്നു ലീഗലി. എനിക്ക് മറ്റു രീതിയിൽ കുഴപ്പമില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഒരു ദുരൂഹ മരണത്തെ ചൊല്ലി ഇങ്ങനെ സംശയങ്ങളുണ്ട്. നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരാൾ തൂങ്ങിച്ചത്ത ആളിന്റെ നാക്ക് പുറത്ത് വരണ്ടേ, കാല് നിലത്ത് മുട്ടിയില്ലേ, ഇങ്ങനെ ഇതായി ബഹളമായി, പൗരസമിതിയായി, CBI അന്വേഷണമായി. അപ്പോൾ ആൾക്കാരെല്ലാം പറയും ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് മറ്റേ ആൾ ഇയാളെ തുറിച്ചു നോക്കിയത് ഞാൻ കണ്ടു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളുണ്ടാവും. അതാണ് പഴത്തൊലി എന്ന് വിളിച്ചു, മൊട്ട എന്ന് പറഞ്ഞു, അത് ഇത് എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ വിളിച്ചു എന്ന് തന്നെ വെച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങേര് കൊലപാതകയായോ? ഇതെന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷുക്കൂറുവൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ രണ്ടുപേരും മറുപടി പറയും. CK വിദ്യാസാഗറും A. ഷുക്കൂറും രണ്ടുപേരും മറുപടി പറയും. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ,
താങ്കൾക്ക് ഉള്ള നിലപാടാണല്ലോ അന്വേഷണം തൃപ്തികരമല്ലായിരുന്നുവെന്ന്. ശ്രീ ടി ജി മോഹൻദാസ്, ഇവിടെ ഈ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ പുനരന്വേഷണം വേണമെന്ന് പറയുന്നത്. ശാന്തകുമാരിയും അതുപോലെ തന്നെ മഠത്തിലുള്ള ചില സന്യാസിമാരും നേരത്തെ തന്നെ ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച് ദുരൂഹതകളുണ്ടെന്നും സംശയങ്ങളുണ്ടെന്നും അന്വേഷണം വേണമെന്നും എല്ലാം നിലപാടെടുത്തവരാണ്. ഇപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ വരുന്നു, അതോടൊപ്പം സംശയകരമായി നമുക്ക് തോന്നാവുന്ന പലതരത്തിലുള്ള ഇൻഡിക്കേഷൻസ് പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് ഈ കാര്യങ്ങൾ ആകെ നോക്കുമ്പോൾ ഇതിൽ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? ഗോപീകൃഷ്ണൻ, എൻ്റെ 2 അഭിപ്രായം പറയാം. ഒന്ന് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം, അത് SNDP യോഗത്തിന്റെ അഭിപ്രായവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അന്വേഷണം നടക്കട്ടെ. വേറൊന്ന് ലീഗലി ഞാൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് കഴമ്പില്ല, കാരണം പുതിയതായിട്ടൊന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ച കാര്യങ്ങളുമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ തൃപ്തിയില്ലായ്മയുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. തൃപ്തിയില്ലാത്തവർ ചെയ്യേണ്ടത് എന്താ? ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ലെന്ന്. ചേകന്നൂർ മൗലവി കേസ് നമ്മളാരും ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്നൊരു കേസാണല്ലോ ചേകന്നൂർ മൗലവി കേസ്. ചേകന്നൂർ മൗലവി കേസിൽ കാന്തപുരം ശ്രീ AP അബൂബക്കറിനെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് ചേകന്നൂർ മൗലവിയുടെ ബന്ധുക്കൾ എറണാകുളത്ത് CBI കോടതിയിൽ പരാതി കൊടുത്തു. കോടതി അത് തള്ളി. അവർ ഹൈക്കോടതിയിൽ പോയി, സിംഗിൾ ബെഞ്ച് അത് തള്ളി. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതല്ലേ നിയമത്തിന്റെ ഒരു വഴി? അല്ലാതെ നാട് നിങ്ങളെ ഇങ്ങനെ ഒരു മനുഷ്യനെ വഴിച്ചേണ്ട പോലെ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. വെള്ളാപ്പള്ളി നടേശനെ ഒരു വഴിച്ചേണ്ടയായിട്ട് വഴിയെ പോകുന്നവർക്കെല്ലാം കൊട്ടാനുള്ള ഒരു ഉപകരണമാണ് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവർക്ക് തെറ്റി. അദ്ദേഹത്തിനും ചോദിക്കാനും പറയാനും ആൾക്കാരും ഒക്കെ ഉണ്ട്, നിയമം അറിയാവുന്നവരും ഒക്കെ ഉണ്ട്. ഞാനിപ്പോഴും വിനീതമായിട്ട് പറയുന്നത്, നിങ്ങൾ കോടതിയിൽ പോകണം. നിങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഇല്ലെങ്കിൽ കോടതിയിൽ പോകണം. ഞാനിപ്പോൾ കോടതിയിലാണ്. 18 വർഷം പഴക്കമുള്ള ഒരു വധശ്രമ കേസിൽ, ഞാൻ പേരുകൾ പറയാത്തത് വിഷയം അതല്ലാത്തതുകൊണ്ടാണ്, ഒരു വധശ്രമ കേസ് ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി. മജിസ്ട്രേറ്റ് കോടതി FIR ഇടാൻ പറഞ്ഞു. കേരള പോലീസ് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി 6 മാസം കൂടെ സമയം കൊടുത്തു കേരള പോലീസിന്. 6 മാസം കഴിഞ്ഞാൽ പരാതിക്കാരന് ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം എന്ന് പറഞ്ഞു. ഇടപെടുകയാണ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ വീണ്ടും ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, താങ്കൾ നേരത്തെ ശ്രീ മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ. അന്വേഷണം, ശാശ്വതികാനന്ദയുടെ മരണത്തിന്മേലുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടല്ലോ. അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള നിലപാടുണ്ട്. പറയൂ, അതിന്റെ നിയമവശങ്ങൾ പറയൂ. അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറയാൻ കാരണം, ആ അന്വേഷണത്തിന്റെ റിസൾട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിയെയും യുക്തി ചിന്തയെയും തീരെ ആയിട്ട് തീരെ യോജിക്കുന്നില്ല. അതാണ്. അല്ല, എനിക്ക് വേറെ ഒരു മോട്ടീവ്സും അല്ല ഞാൻ പറഞ്ഞത്. ഈ അന്വേഷണ നിഗമനം എന്ന് പറയുന്നത് തീരെ നമുക്ക് ദഹിക്കുന്നില്ല, കേരള സമൂഹത്തിൽ ദഹിക്കുന്നില്ല. സാമ്യം അറിയാവുന്നവർക്കും അറിയാൻ മേലാത്തവർക്കും ആർക്കും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, ഇവിടെ TG മോഹൻദാസ് പറഞ്ഞത് ഞങ്ങളോട് കോടതി പോകണമെന്ന്. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നുണ്ടെങ്കിൽ കോടതി പോവുക എന്ന് പറയുന്നത്, അത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായ നിയമത്തിന്റെ വഴിയാ. അതേപോലെ തന്നെ ഒരു നിയമത്തിന്റെ വഴിയാണ് ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ സാഹചര്യം നിയമത്തിൽ തന്നെ ഉണ്ട് എങ്കിൽ ഗവൺമെന്റിന് തുടരന്വേഷണം നടത്താനുള്ള അധികാരവും ആ നിയമം തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല CK വിദ്യാസാഗർ, താങ്കൾ പറഞ്ഞല്ലോ ഈ അന്വേഷണത്തിലെ നിഗമനങ്ങൾ സാധാരണക്കാർക്ക് ദഹിക്കാത്തതാണ്, ശാശ്വതികാനന്ദയെ അറിയുന്നവർക്ക് ദഹിക്കാത്തതാണ്, പൊതുജനത്തിന് മനസ്സിലാകാത്തതാണ്. എവിടൊക്കെയാണ് ഈ ദഹനക്കേടുണ്ടാക്കുന്ന വിവരങ്ങൾ ഉള്ളത്? ഇപ്പൊ ഒരു പുതിയ നിഗമനം കൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു. സ്വാമിജി ഈ ജലസമാധിയെ സ്വയം വരിക്കുകയായിരുന്നു, അതിന് തയ്യാറെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം, ലേറ്റസ്റ്റ് ഒരു പുതിയ വാദം വേറൊരു ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. സ്വാമിജി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നേരമായപ്പോഴത്തേക്കും മസിൽസ് എല്ലാം പ്രവർത്തനരഹിതമായി അദ്ദേഹം അങ്ങ് മുങ്ങിപ്പോയതാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ രത്നച്ചുരുക്കം. ഇത് രണ്ടും നമുക്ക് സ്വീകാര്യമല്ല. പിന്നെ ഇതേ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല വിധത്തിലുള്ള സംശയത്തിൻ്റെതായ എലിമെന്റ്സ് പല ദിവസങ്ങളിലായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് സമഗ്രതയിൽ ഒരു അന്വേഷണം
ഗവൺമെന്റിന് നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമുണ്ടായിട്ടുള്ളത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോ എങ്ങനെയാണ് മരിച്ചത് എന്ന്, വെള്ളത്തിൽ വെച്ചാണ് മരിച്ചത് എന്ന ഒരു നിഗമനം സ്വീകരിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതമാകുന്നു. അപ്പൊ വെള്ളത്തിനടിയിൽ വെച്ചാണ് മരിച്ചത് എന്ന് വിശ്വസിക്കാനും നിർബന്ധിതമാണ് നമ്മൾ. പക്ഷെ വെള്ളത്തിനടിയിൽ വെച്ച് സ്വാമി എങ്ങനെ മരിച്ചു, വെള്ളത്തിനടിയിൽ വെച്ചാണോ മരിച്ചത്, ഈ വിഷയത്തിൽ പോലും സംശയമുണ്ടാകുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അന്നും അന്തരീക്ഷത്തിലുണ്ട്, അത് ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പിന്നെ മിസ്റ്റർ മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥയിൽ അത് കൂടുതൽ വോസിഫറസ് ആയിട്ട് ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. റൈറ്റ് സി കെ വിദ്യാസാഗർ, റൈറ്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, പുനരന്വേഷിക്കപ്പെടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ എത്തിച്ചേരുന്നത്. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. ആ തരത്തിലുള്ള തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, എ ഷുക്കൂർ, വി എസ് സുനിൽകുമാർ, MLA ടി ജി മോഹൻദാസ്, സിനിൽ മുണ്ടപ്പള്ളി, ബിജു രമേശ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.